ഹായ് മക്കളെ, +1 കുട്ടികളും നല്ല ടെൻഷനിലാണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ടഫായിട്ടുള്ള ഒരു സിലബസിൻ്റെ ഫൈനൽ എക്സാം വരുന്നത്. അല്ലെ, മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, ഒന്നും കാര്യമായിട്ട് പഠിക്കാത്ത കുട്ടികളുണ്ട്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താ വെച്ചാൽ, സാറേ ഞാൻ പഠിക്കാൻ തയ്യാറാണ്, മരിച്ച് പഠിക്കാൻ തയ്യാറാണ്, സാർ ഒരു ടൈം ടേബിൾ തരും. ഇതാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് ടൈം ടേബിൾ ആണ്. അതായത് ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും കുറേയൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിലും ഈ ടൈം ടേബിൾ, ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല അടിപൊളി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. രണ്ടാമത്തത്, ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ട് ഫൈനൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് സ്ട്രാറ്റജീസും ടിപ്സും മോട്ടിവേഷനൊക്കെ തരണം എന്നാണ്. അതിൽ മനുഷ്യനല്ലടാ, കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നും. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അപ്പോൾ തുടങ്ങല്ലേ? യെസ്. അപ്പം +1 ബോർഡ് എക്സാമിന് ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പഠിച്ചു തുടങ്ങാം. അതിനേക്കാൾ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് നമുക്കൊരു കണക്ക് വേണം അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ചാപ്റ്റേഴ്സ് ഒന്നും പോയി നോക്കേണ്ട, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അത് +1 ഫിസിക്സിൽ 14, കെമിസ്ട്രിയിൽ 9, മാത്സിൽ 14, ടോട്ടൽ 37, 28, 9, 37 ചാപ്റ്റർ ഇങ്ങനെ ഉണ്ട്. ബയോളജിക്കാർക്ക് 20 ചാപ്റ്റർ, CS കാർക്ക് 12 ചാപ്റ്ററാണ് അഡീഷണലി വരുന്നത്. സോ ബയോ സയൻസുകാർക്ക് 57 ചാപ്റ്റേഴ്സും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എത്ര 49 ചാപ്റ്റേഴ്സ് ആണല്ലോ അല്ലേ? ഇതിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കൂട്ടിയിട്ടില്ല. കാരണം അത് നമുക്ക് പഠിക്കാൻ ആവശ്യത്തിന് എന്തുണ്ട്, നമുക്ക് സമയമുണ്ട് ഫൈനൽ എക്സാമിൻ്റെ സമയത്ത്. ഓക്കെ, ഈ 57 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എത്ര ചാപ്റ്റേഴ്സ്, ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്താണ് കേട്ടോ, ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ സ്ക്രീൻ റെക്കോർഡ് മറന്നുപോയി. നമുക്ക് എത്ര ചാപ്റ്റർ അറിയാമെന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് മാത്സിലെ സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, സെറ്റ് അറിയായിരിക്കും, ചിലപ്പോൾ മറ്റേ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഒക്കെ അല്ലേ, സിമ്പിളായി. അതായത് ഇനി എന്ത് ചെയ്യേണ്ട, സ്വന്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റിവിഷൻ വേണം എന്നുള്ള ചാപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു 10 ഉണ്ടൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു. അതേസമയത്ത് ഒന്നുമില്ലാന്ന്, ഞാനിത് ഒന്നുമില്ലാത്ത ഇന്ന് മുതലാണ് +1 സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പം ഒന്നും നിങ്ങൾക്കറിയില്ല, 57 ചാപ്റ്റർ ബയോ സയൻസുകാരും 49 ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസുകാരും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് പറ്റും ഇനിയും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ +1 ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കൃത്യമായി പഠിച്ച്, ഒന്നും പഠിക്കാത്ത കുട്ടികൾ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും പഠിക്കാത്ത കുട്ടി ബോർഡ് എക്സാമിൻ്റെ മുന്നേ തീർക്കുക എന്ന് പറയുന്നത് പോസിബിളായി. അതിൻ്റെ ഇടയിലൊക്കെ പഠിച്ചിട്ടാണ് നമുക്ക് ഇത് തീർക്കാൻ പറ്റുക. അങ്ങനെ തന്നെയാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നതും. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ സമയം എന്താണ്, നമ്മൾ മോഡൽ എക്സാമിന് മുന്നേ എത്ര ദിവസം ഉണ്ട് നോക്കലാണ്. ഇന്ന് ജനുവരി 23 ഞാനിത് റെക്കോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് 24 കിട്ടുക, എനിക്കറിയില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനുവരിയിൽ ഒരു 8 ദിവസവും, പിന്നെ ഫെബ്രുവരി 15 എക്സാം തുടങ്ങുന്ന 15 തുടങ്ങുന്നത്. അപ്പം ഒരു 16 ദിവസം എന്തുണ്ട്, ഫെബ്രുവരിയിൽ ടോട്ടൽ 24 ദിവസം ഉണ്ട്. ഈ 24 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണേ. ഈ 24 ദിവസം കൊണ്ട് 20 ചാപ്റ്റേഴ്സ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് 100% കിട്ടും +1. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. ഒന്നാമത്തെ, നിങ്ങൾക്ക് 2 ചോദ്യമാണ്. ഒന്നാമത്തെ കേസ് എന്താ, ഇത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കാരണം കുറേ പഠിക്കാനുണ്ട്. 20 ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ട്, ട്രാക്ക് കയറുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വീഡിയോ ചെയ്തു തരാം കേട്ടോ. അപ്പം അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ലൈക്കുള്ള കൂടുതൽ പ്രശ്നങ്ങൾക്ക് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്തു തരാം. ഞാൻ പറഞ്ഞില്ല, ഈ മാസം ഫുള്ള് അല്ല, ഫൈനൽ എക്സാം എന്നേരം ഞാൻ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 20 ചാപ്റ്റർ നിങ്ങൾ ഇനി പഠിക്കണമെങ്കിൽ ഡെയിലി ഒരു 3 to 4 hours നിങ്ങൾ പഠിക്കേണ്ടി വരും. 3 to 4 hours ഡെയിലി പഠിച്ചെങ്കിൽ വേറെ ലെവലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയത്തും ഫൈനൽ എക്സാമിൻ്റെ ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് സെറ്റാവും. ഒന്നാമത്തെ കേസ് ഇതാണ്. ഇനി കുറേ കുട്ടികളുടെ കേസ്, സാറേ ടോട്ടൽ 57 ചാപ്റ്റർ ഇല്ല, അതിൽ 20 ചാപ്റ്റർ മാത്രം മോഡൽ എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ മാർക്ക് കുറയില്ലേ, അമ്മ ചീത്ത അറിയില്ല, ടീച്ചർ അപമാനിക്കൂലേ, ഫ്രണ്ട്സ് പുച്ഛിക്കൂലേ എന്നൊക്കെയാണ്. എടാ, ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. അത് നിങ്ങളുടെ +1 ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ടാണ്. നിങ്ങൾക്ക് 60% ഉള്ളത്. എന്നിട്ട് നിങ്ങൾ പറയാം, എനിക്ക് മോഡൽ എക്സാമിന് 80% ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എടുത്തോണ്ട് പോടേന്ന് പറയും, എന്നറിയില്ലേ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഈ നിമിഷം മുതൽ ഈ 24 ദിവസം കൊണ്ട് നിങ്ങൾ 59 അല്ല 57 ചാപ്റ്റർ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിക്കില്ല. മോഡൽ എക്സാം കഴിഞ്ഞാൽ വീണ്ടും 1 മുതൽ നിങ്ങൾ തുടക്കേണ്ടി വരും. അതായത് നമ്മുടെ സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് ഏറ്റവും അറിയാത്ത ചാപ്റ്റർ എത്രയാണെന്ന് അന്നേരം ചോദിച്ചാലും 0 ആയിരിക്കും, വിച്ച് ഈസ് ഓൾമോസ്റ്റ് എന്താ, പിന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനല്ല. അപ്പം ഞാൻ പറയുന്ന ഏറ്റവും മിനിമം 20 ചാപ്റ്റർ നിങ്ങൾ ഇപ്പം പഠിക്കുകയാണെങ്കിൽ, ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, മോഡൽ എക്സാമിൻ്റെ തലേന്നുള്ള മാരത്തോൺ ലൈവുകളൊക്കെ കണ്ടിട്ട് ഒരു 40 to 50 മാർക്ക് നമുക്ക് മോഡൽ എക്സാമിന് സ്കോർ ചെയ്യാം. പക്ഷെ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് എന്താണ്, 60 out of 60 നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം 20 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മോഡൽ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എളുപ്പമാണ്. പിന്നെ നമുക്ക് മോഡൽ എക്സാമിൻ്റെ ഇടയിലുള്ള ടൈമിന് ഏതെങ്കിലും പഠിക്കാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം പോലും ഗ്യാപ്പില്ല, ഇവിടെ ഒന്നും പഠിക്കാനാവില്ല. പിന്നെ നമുക്ക് ഫൈനൽ എക്സാം, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ടൈം ടേബിൾ അടിപൊളിയാണെന്നുള്ളത്. കാരണം ഫൈനൽ എക്സാമിൻ്റെ സമയത്ത്
ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസുകാർക്ക്. ഞാൻ കാണിച്ചു തരാം. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എന്തായിരിക്കും ഈ ബയോളജി പഠിക്കാനുണ്ടാവില്ല അല്ലേ, ബയോളജി പഠിക്കാനുണ്ടാവും. ബയോളജി പഠിക്കാൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 13-ാം തീയതി കെമിസ്ട്രി കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 14, 15 അല്ല 14, 15, 16, 17 4 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട്. അവസാനത്തെ ദിവസം നമ്മൾ റിവിഷൻ നോക്കുകയാണെങ്കിലും 3 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ 3 ദിവസം ഏറ്റവും മിനിമം 6 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. ആൻഡ് 18-ന് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ 19, 20, 21, 22 4 ദിവസമുണ്ട്. ലാസ്റ്റ് ദിവസം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 days റിവിഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. പിന്നെ 23 കഴിഞ്ഞാൽ 24, 25, 26 റിവിഷൻ എടുക്കുന്നു. 2 ദിവസം കൊണ്ട് 4 മാത്സ് നിങ്ങൾക്ക് പഠിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഈ 20 ചാപ്റ്റർ ഇപ്പോൾ പഠിക്കണം കേട്ടോ. ആ ട്രാക്കിൽ നിങ്ങളാണ്. അങ്ങനെ തന്നെ എന്തായി 14 ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 5-ന് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ചെയ്യുന്നത്. അത്രയും നമുക്ക് വേണ്ടല്ലോ. അതിന് തൊട്ടടുത്ത ദിവസം കെമിസ്ട്രി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും മാറ്റി വെക്കാം മാർച്ച്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുള്ള 6, 7, 8, 9, 10 ഈ 5 ദിവസങ്ങളിൽ സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും രാവിലെയോ ഉച്ചക്കോ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 9 കെമിസ്ട്രി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ആ ദിവസത്തിൽ അല്ലേ. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് എന്ത് ചെയ്യാണ്, കെമിസ്ട്രിയുടേതും നമ്മൾ ഒരു 6 ചാപ്റ്റർ ആ ദിവസം പഠിക്കുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മൊത്തം നിങ്ങൾ 20 ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി ഈ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇത് വേഴ്സ്റ്റ് കേസ് ആട്ടോ. അത് 21 ഇവിടെ എത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. പക്ഷേ എന്നാലും എന്താണ്, നിങ്ങൾക്ക് ആ ഗ്യാപ്പിൽ 20 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കുള്ളത് 49 ചാപ്റ്ററാണ്. അതായത് 20 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽ എക്സാമിന് മുന്നേ പഠിക്കുന്നു. 20 ചാപ്റ്റർ നമ്മൾ ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ബാക്കിയുള്ള 9 ചാപ്റ്ററാണ്. അതെപ്പോൾ പഠിക്കും? അത് സിമ്പിളാണ്. ഏതിൽ? മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ഇടയിൽ എന്തുണ്ട്, നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞ് 21-ാം തീയതിയാണ് ആൻഡ് ഫൈനൽ എക്സാം 5-നാണ്. പക്ഷേ 2-ാം തീയതി മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. അപ്പം 21 മുതലുള്ള 8 ദിവസം, 7 ദിവസം, ഫെബ്രുവരി 28 ഉള്ളൂ, 7 ദിവസം ഫെബ്രുവരിയും മാർച്ച് 1 ടോട്ടൽ 8 ദിവസം ഉണ്ട്. ഈ 8 ദിവസം കൊണ്ട് ഈസിലി നിങ്ങൾക്ക് 9 ചാപ്റ്റർ തീർക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരുടെ കാര്യം വളരെ സിമ്പിളാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബയോ സയൻസുകാരുടെ കേസിൽ. ഇനി ഏതാ ഓർഡർ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടെ, ഏത് ഓർഡറിൽ പഠിക്കണം എന്നുള്ളത് ബയോ സയൻസുകാരുടെ കേസിൽ പറയാം. എല്ലാം മയക്കുന്നു. ബയോ സയൻസുകാരുടെ കേസിൽ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഒന്നാമത് ചാപ്റ്ററിൻ്റെ എണ്ണം കൂടുതലാണെന്നുള്ളത് ഞാൻ മെയിൻ പ്രശ്നം. ബയോ സയൻസുകാരുടെ കേസിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാം ഉണ്ടാവില്ല. അപ്പോൾ 16-ാം തീയതി ബയോളജി കഴിഞ്ഞാൽ 17, 18, 19, 20, 21, 22 കഴിഞ്ഞ് 23-ാം തീയതി ഫിസിക്സ് 6 ദിവസമുണ്ട്. അതിൽ ലാസ്റ്റ് 4 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് 2 ദിവസം നമ്മൾ റിവിഷൻ പഠിച്ചാൽ 4 ദിവസമുണ്ട്. ഒരു 8 ചാപ്റ്റർ ഫിസിക്സ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. 4 ചാപ്റ്റർ നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ പറ്റും. ആൻഡ് കെമിസ്ട്രി ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എത്രയാടാ, 6 ചാപ്റ്റർ കെമിസ്ട്രി ഇവിടെയും പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 12ഉം 18 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുക. 20 ചാപ്റ്റർ മോഡൽ എക്സാമിന് മുന്നേ പഠിക്കാം. 18 ചാപ്റ്റർ ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ പഠിക്കാം. ശേഷം 51-ൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ബാക്കിയുണ്ടടാ, 57 അല്ലേനോ, 38ഉം കഴിച്ചാൽ ഓൾമോസ്റ്റ് എത്ര, 19 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. കുറച്ച് ടൈറ്റ് ആയിരിക്കും കേട്ടോ. എപ്പോൾ 19 ചാപ്റ്റർ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. എപ്പോൾ പഠിക്കാൻ, നമുക്കുള്ള 8 ദിവസത്തിൽ. വിചാരിച്ചാൽ പഠിക്കാനൊക്കെ പറ്റൂലേ. കാരണം കെമിസ്ട്രിയിലെ 3 ചാപ്റ്ററും ബാക്കി കമ്പ്യൂട്ടർ സയൻസും കുറേ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ശരിയാകാൻ പറ്റും. അപ്പം ശരിക്ക് നിങ്ങളുടെ കേസിൽ 19 ചാപ്റ്റർ മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കെമിസ്ട്രി ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു 9 ചാപ്റ്റർ ഫുള്ള് കെമിസ്ട്രി ഇവിടുന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളെങ്ങനെ പഠിക്കല്ലേ, ബയോളജി, ഫിസിക്സ് ഇതൊരു 10 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളാണ് അല്ലേ, ലോജിക്കലി പോസിബിൾ. പക്ഷേ കുറച്ചും കൂടെ ടൈറ്റാണ്. അപ്പം എന്താ ഇതിൻ്റെ തുടക്കം, 20 ചാപ്റ്റർ ഈ മോഡൽ എക്സാമിന് മുമ്പ് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടി നമുക്ക് ഏത് ചാപ്റ്റേഴ്സ്, എങ്ങനെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ പഠിക്കാം. കാരണം ഓരോ ചാപ്റ്ററും അതിൻ്റെ ഇടയിൽ പഠിക്കാൻ ഒന്നും ഫുള്ള് ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബയോളജിക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ബയോളജി മാക്സിമം പഠിച്ചോ, ബയോളജി ഒറ്റ ചാപ്റ്റർ ഫൈനൽ എക്സാമിൻ്റെ ഇടയിലേക്ക് നമ്മൾ വെക്കുന്നില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ, സെറ്റാക്കി തരാം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. ബൈ.